UEFA ചാമ്പ്യൻസ് ലീഗിന്റെ മാച്ച് റൗണ്ട് 7 ഇന്നത്തോടു കൂടി പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പൊ റൗണ്ട് 7 മാച്ചസ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫുട്ബോൾ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാമെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ പറ്റിയിട്ടാണ് പറയാനുള്ളത്. ഈ സത്യം പറഞ്ഞാൽ ഇവരുടെ ഓപ്പണന്റ് ടീം ഏത് ലീഗിലാണ് കളിക്കണമെന്ന് അറിയില്ല. പക്ഷെ ഏതായാലും മാഞ്ചസ്റ്റർ സിറ്റി അവരായിട്ട് 3-1 എന്നുള്ള സ്കോറിന് അവരുടെ മൈതാനത്ത് പോയിട്ട് പരാജയപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കോമഡി എന്താ വെച്ചാൽ അവരുടെ ലീഗില് ആദ്യമായിട്ടാണ് ഒരു ഇംഗ്ലീഷ് ക്ലബിനെ പരാജയപ്പെടുത്തുന്നത്. ആദ്യ റെക്കോർഡ് ഏതായാലും മാഞ്ചസ്റ്റർ സിറ്റിക്ക് കിട്ടിയെന്നുള്ളതാണ്. അവര് 3 എന്നുള്ള ഒരു ഇതിലാണ് പരാജയപ്പെട്ടത്. കളി കണ്ട ഫുള്ള് ഡോമിനേറ്റിംഗ് മറ്റു തന്നെയായിരുന്നു. എന്നിട്ട് പിന്നെ ഒരു ഗോൾ അടിക്കുന്നുണ്ട്, അതായത് മാഞ്ചസ്റ്റർ സിറ്റി ഷെയർക്ക് ഒരു ഔട്ട് സൈഡ് ബോക്സ് സാധനം അടിച്ച് കയറ്റുന്നുണ്ട്. അതും പാടി ഇല്ലാണെങ്കിൽ ആകെ മൂഞ്ചിന്. ആ ഒരു കളി ഒരുപക്ഷെ സിറ്റിക്ക് ജയിക്കാൻ പറ്റിയെന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ നിലവിൽ അവര് ടേബിളിൽ ഇപ്പോൾ എത്രാം സ്ഥാനത്താണ്, ഏകദേശം 11ാം സ്ഥാനത്താണ്. അവര് ജയിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഏകദേശം അപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിന്റെ നിലവിൽ 13 ജയിച്ചിട്ടുണ്ടെങ്കിൽ അവരിപ്പോ ടേബിളിൽ 3ാം സ്ഥാനം കിടക്കേണ്ട ടീമാണ്. പക്ഷെ ജയം പോയി അവർ 11ാം സ്ഥാനത്ത് എത്തി എന്നുള്ളതാണ്. പിന്നെ നെപ്പോളി അത്യാവശ്യം നല്ല ടീമാണ്. പക്ഷെ കോപ്പൻഹാഗനായിട്ട് അവർ 1-1 എന്നുള്ള സമനിലയിൽ അവർ കുടുങ്ങി. പിന്നെ ആഴ്സണൽ വേഴ്സസ് ഇന്റർ മിലാൻ മത്സരം. ആഴ്സണൽ ഇന്റർ മിലാന്റെ ഗ്രൗണ്ടിൽ പോയിട്ട്, അതായത് സാൻസിറോ പോയിട്ട് 3-1 എന്നുള്ള ഒരു വിക്ടറി സ്വന്തമാക്കി. അതിൽ ഗബ്രിയൽ ജീസസ് 2 ഗോൾ അടിക്കുന്നുണ്ട്. പിന്നെ ഒരു ഗോൾ ആസ് യൂഷ്വൽ സെറ്റ് പീസ് കോർണറിൽ നിന്നാണ് ആഴ്സണൽ അടിച്ചത്. ബട്ട് ആ ഒരു ഇതോട് കൂടിയിട്ട് ആഴ്സണൽ ടേബിളിൽ 1ാം സ്ഥാനം തന്നെ ഉണ്ട്. 21 പോയിന്റ് ആയിട്ട് ഗോൾ ഡിഫറൻസ് അവർക്ക് 18 ഉണ്ട്. അവര് ഇപ്പോൾ റൗണ്ട് ഓഫ് 16 ആഴ്സണൽ ഫിക്സ് ആക്കി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോ 2ാം സ്ഥാനത്തുള്ള ബയൺ മ്യൂണിക്കും റൗണ്ട് ഓഫ് 16 ഫിക്സ് ആക്കിയിരിക്കണം. അവർക്ക് 18 പോയിന്റ് ആണ് ഉള്ളത്. ഇനി നമ്മൾ ആഴ്സണലിന്റെ കാര്യം കഴിഞ്ഞ് ബയർ ലെവർകൂസൻ ഒളിമ്പിയാക്കോസിനെതിരെ 2-0 എന്നുള്ള ഒരു സ്കോറിന് പരാജയപ്പെട്ടു. ബയർ ലെവർകൂസൻ എടുക്കുകയാണെങ്കിൽ ഈ ഒരു സീസണിൽ വലിയ ഫോം ഒന്നുമില്ല. ബട്ട് സ്റ്റിൽ അവര് ഈ ഒരു ടേബിളിൽ 20ാം സ്ഥാനത്താണ്. അവർക്ക് അടുത്ത കളി ഏകദേശം ഒരു ടഫ് ഗെയിമാണ് തോന്നുന്നുണ്ട്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോൾ അത് അതിജീവിക്കുകയാണെങ്കിൽ റൗണ്ട് ഓഫ് 16 നില ഉറപ്പിക്കാം. അപ്പൊ നിലവിലെ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് ഏകദേശം ഇപ്പൊ 9 പോയിന്റ്. അവിടെ 25-26 നെപ്പോളിക്കും കോപ്പൻഹാഗനൊക്കെ 8 പോയിന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ലെവർകൂസൻ 9, മറ്റവർക്ക് 8. അപ്പോൾ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല എന്നർത്ഥം. ഇനി ഫൈനൽ ഗെയിം ഏതായാലും ക്രൂഷ്യലാവും. ഇനി അത് ഒഴിവാക്കിയിട്ടുള്ള കാരണം റിയൽ മാഡ്രിഡ് മൊണോക്കക്കെതിരെ ഒരു അൺബിലീവബിൾ ജയം. അതായത് റിയൽ മാഡ്രിഡിലെ നിലവിലെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പൊ കഴിഞ്ഞ കളിയിൽ ഇപ്പൊ ബെർണാബോയിൽ വിനീഷ്യസിനെതിരും ബെല്ലിംഗാമിനെതിരും വാൽവർക്കെതിരെയും ഭയങ്കരമായി ബൂ ചെയ്യുന്നുണ്ടായിരുന്ന ആരാധകർ. അപ്പൊ ആ ഒരു കഴിഞ്ഞ കളി ലാലിഗായിരുന്നു 2-0 വിക്ടറി. അപ്പൊ പക്ഷെ ഇന്നത്തെ കളിയിൽ 6-1 നില വിക്ടറി. അല്ലെങ്കിൽ വിനീഷ്യസ് 3 അസിസ്റ്റുകളും ഒരു ഗോളാണ് വിനീഷ്യസിന്റെ കോൺട്രിബ്യൂഷൻ. പിന്നെ ഫെഡെ വാൽവർദെ, കിലിയൻ എംബാപ്പെ, ജൂഡ്, ആർദ, മസ്തന്തോനി എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ ഒരു വിജയത്തോട് കൂടിയിട്ട് റിയൽ മാഡ്രിഡ് ടേബിളിൽ അവർക്ക് 3ാം സ്ഥാനം കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 15 പോയിന്റുകളുമായിട്ട് 3ാം സ്ഥാനം. അത് ഏതായാലും റിയൽ മാഡ്രിഡ് ടോപ്പ് 8 ഉണ്ടാവുന്ന കാര്യത്തിൽ കാര്യത്തിൽ സംശയങ്ങളോ കാര്യങ്ങളൊന്നും വേണ്ട. പിന്നെ ഒരു അട്ടിമറി വിജയം നടന്നിട്ടുള്ളത് അങ്ങ് പോർച്ചുഗലിലാണ്. സ്പോർട്ടിംഗ് പാരീസ് സെന്റ് ജർമ്മനെ, അതായത് നിലവിലെ യൂറോപ്യൻ ചാമ്പ്യന്മാരായ ടീമിനെ 2-1 എന്നുള്ള സ്കോറിന് പരാജയപ്പെടുത്തി എന്നുള്ളതാണ്. അതിൽ ലൂയിസ് സുവാരസ് എന്നുള്ള പ്ലെയറാണ് 2 ഗോളുകളും സ്കോർ ചെയ്യുന്നത്. കവാറസ്കേലയുടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗോൾ ഉണ്ടായിരുന്നു. ഒരു സൂപ്പർ സബ് ആയിട്ടായിരുന്നു കവാർ ഇറങ്ങിയത്. ആള് ഗോൾ അടിച്ചു. ബട്ട് സ്റ്റിൽ അത് സ്പോർട്ടിങ്ങിന് വിജയം കണ്ടെത്താൻ സാധിക്കുന്നു. സ്പോർട്ടിംഗ് ഇപ്പോൾ നിലവിൽ അവര് ഏകദേശം 10ാം സ്ഥാനത്താണ്, 13 പോയിന്റ് ആണ്. അതുപോലെ തന്നെ പാരീസ് സെന്റ് ജർമ്മനും 6ാം സ്ഥാനത്താണ്, 13 പോയിന്റ്. അതായത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ട് ഒരു കാര്യമാണ്, ഈ ഒരു ടേബിളിൽ 6ാം സ്ഥാനം മുതൽ ഏകദേശം 13ാം സ്ഥാനക്കാർ വരെ സെയിം പോയിന്റ് ആണ്, 13 പോയിന്റ് ആണ്. അത് ഗോൾ ഡിഫറൻസിന്റെ ഇതിലാണ് അവിടെ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുള്ളത്. അതുപോലെ തന്നെ 14ാം സ്ഥാനക്കാരായ ഇന്റർ മുതൽ 26ാം സ്ഥാനക്കാരായ കോപ്പൻഹാഗൻ വരെ ഏകദേശം 4 പോയിന്റിന്റെ ഡിഫറൻസ് ഉള്ളതാണ്. അപ്പൊ ഇനി ഫൈനൽ ഗെയിം ആവുന്നത് വരെ നമുക്ക് ഇതിൽ കാര്യമായിട്ട് പ്രഡിക്ഷൻ ചെയ്യാൻ പറ്റില്ല, കാരണം എന്തും സംഭവിക്കാന്നുള്ളതാണ്. പിന്നെ മറ്റൊരു മത്സരം ടോട്ടനാമും ബൊറൂസിയ ഡോർമുണ്ടും. ടോട്ടനാമിന്റെ ഗ്രൗണ്ടിൽ ചേരുന്ന മത്സരം 2-0 സ്കോറിന് ടോട്ടനാം ജയിച്ചു കയറി. അവർ ഏതായാലും ആ ടോപ്പ് 5 5ാം സ്ഥാനക്കാരായിട്ട് തന്നെ അവർ നിലയുറപ്പിച്ചാണ്. അതുപോലെ തന്നെ അയാക്സ് വിആർഎലിനെതിരെ ഒരു വിജയം നേടി. അതുപോലെ തന്നെ അത്ലറ്റിക്കോ മാഡ്രിഡ് ഗലറ്റാസറായിനായിട്ട് ഒരു 1-1 സമനില. അത് ഞാൻ പ്രതീക്ഷിച്ച ഒരു സ്കോറല്ല സത്യം പറഞ്ഞ. കാരണം ഗലറ്റാസറായി ഒരു ചെറിയ മീനല്ല. അവര് ഉള്ളതൊക്കെ ഗുണ്ടകന്, അതുപോലെ തന്നെ വിക്ടർ ഓസ്മാൻ തുടങ്ങിയ നല്ല സ്കോഡ് ഉണ്ട്. നമ്മളിപ്പോ തുർക്കി ലീഗ് ആണെന്ന് വെച്ചിട്ട് ഗലറ്റാസറായിനെ വില കുറച്ച് കാണേണ്ടതില്ല. അത് അവര് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഗലറ്റാസറായി മുമ്പ് ലിവർപൂൾ ഫാൻസിനൊക്കെ ഓർമ്മ ഉണ്ടാവും അവിടെ തൂക്കിയിട്ടതൊക്കെ. അപ്പൊ അത്തരത്തിലുള്ള ഒരു ടീമാണ്. പിന്നെ ഒരു മെയിൻ ക്ലബ്ബുകൾ നോക്കുകയാണെങ്കിൽ അത്ലാന്റിക് 3-2 വിക്ടറി. അത് അറ്റ്ലാന്റയുടെ ഗ്രൗണ്ടിൽ പോയിട്ട്. അതുപോലെ തന്നെ ബയൺ മ്യൂണിക്ക് 2-0 വിക്ടറി. യൂണിയൻ എന്നുള്ള ടീമിനെയാണ്, യൂണിയൻ SG എന്റെ ടീമിന്റെ പേര് ഫുൾ ഫോം അറിയില്ല, അതുകൊണ്ടാണ്. പക്ഷെ ഈ ഒരു
ഇതോട് കൂടിയിട്ട് അവർ ടേബിളിൽ 2ാം സ്ഥാനത്തെത്തി. അതുപോലെ തന്നെ റൗണ്ട് ഓഫ് 16 ആൾറെഡി അവർ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. മറ്റേ ഹാരി കെയ്ൻ 2 ഗോൾ അടിച്ചിട്ട് നമ്മുടെ ചാമ്പ്യൻസ് ലീഗ് ടോപ്പ് സ്കോറേഴ്സിൽ എംബാപ്പയുടെ പുറകെ തന്നെ ഉണ്ട്. പിന്നെ ഇത് പറയാനുള്ളത് ചെൽസിന്റെ കാര്യമാണ്. ചെൽസി 1-0 സ്കോറിനാണ് സ്വന്തം മൈതാനത്ത് വിജയിച്ച് കയറിയത്. ഓപ്പണർ ടീം അത്ര വലിയ കരുത്തരായ ടീമൊന്നുമല്ല, ഏതോ ഒരു ലുട്ടാപ്പി ടീമായിരുന്നു 1-0 സ്കോറിനൊക്കെ ജയിച്ച് കയറിയത്. എനിക്ക് വലിയ ചെൽസിന്റെ ഈ പ്രകടനം ആലോചിക്കുമ്പോൾ സങ്കടമല്ല. കാരണം ഇത്ര ചെറിയ ടീമിന് കിട്ടിയത്, അതും സ്വന്തം ഗ്രൗണ്ടിൽ കിട്ടിയത്, നേരാവണ്ണം ജയിച്ചാതിരിക്കാൻ പറയുമ്പോൾ 1-0 സ്കോറിലൊക്കെ ഇത്ര വലിയ ഇതായിട്ട് തോന്നില്ല. ബട്ട് സ്റ്റിൽ ചെൽസി ജയിക്കുന്നു. അവർ ആ ടോപ്പ് 8 8ാം സ്ഥാനത്ത് തന്നെ അവരുണ്ടെന്നുള്ള കാര്യം. പിന്നെ അതുപോലെ തന്നെ യുവന്റസ് ബെൻഫിക്കെതിരെ 2-0 എന്നുള്ള ഒരു ജയം യുവന്റസ് ജയിക്കുന്ന. അവരും ടേബിളിൽ 15ാം സ്ഥാനത്താണ്, 12 പോയിന്റാണ് യുവന്റസ് ഉള്ളത്. പിന്നെ ഒളിമ്പിക് മാസ് ലിവർപൂൾ മത്സരം 3-0 എന്നുള്ള സ്കോറിനാണ് ലിവർപൂൾ വിജയിച്ച് കയറിയത്. ഈ ഒരു വിജയത്തിൽ നമ്മൾ ആ സോബോസ്ലൈൻ്റെ ഫ്രീക്കൊക്കെ നല്ല അടിപൊളി സാധനമായിരുന്നു. കാരണം ആ ഒരു കറക്റ്റ് മിസ്റ്റേക്ക് മുതലാക്കാൻ പറ്റിയ എന്നുള്ളതാണ്. ബട്ട് ഈ ഒരു ജയത്തോടുകൂടി ലിവർപൂളും ടേബിളിൽ അവർ 4ാം സ്ഥാനം, റിയൽ മാഡ്രിഡും ടോട്ടനാമിന്റെയും ഇടയിലായിട്ട് 4ാം സ്ഥാനത്ത് അവർ നിലയുറപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ന്യൂ കാസിൽ PSV, അതായത് നമ്മളെ ഡച്ച് ലീഗ് ക്ലബായ PSVക്കെതിരെ 3-0 ഒരു സ്കോറിന് വിജയിച്ച് കയറിയിട്ടുണ്ട്. ഇതോടുകൂടി തന്നെ ന്യൂ കാസിലും ഏകദേശം നമ്മളെ ആ ഒരു ഫൈറ്റിൽ, അതായത് ടോപ്പ് 7 അവരുണ്ടെന്നുള്ള കാര്യമായിട്ട് അവർക്കും ഇതേമാതിരി 13 പോയിന്റ് തന്നെയാണ്. ഇനി മറ്റൊരു ഇത് ലാസ്റ്റ് കളി FC ബാഴ്സലോണയുടെ കളി, സ്ലാവിയ പ്രാഹ എന്നുള്ള ടീമാണ്. ഏത് ലീഗാണെന്ന് എനിക്കറിയില്ല. ബട്ട് ബാഴ്സലോണ ജയിച്ച് കയറി. ഫെർമിന്റെ 2 ഗോൾ ഉണ്ടായിരുന്നു, ലെവൻഡോസ്കിന്റെ ഒരു ഗോള്, ഒരു സെൽഫ് ഗോള്. പിന്നെ അതിൽ അടിച്ച പിന്നെ ആയിരുന്നു മോൾ മറ്റൊരു ബ്യൂട്ടിഫുൾ ടോപ്പ് കോർണർ ഐറ്റം. ഇതിലിപ്പോ നിലവിൽ ഈ ടേബിളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ടേബിളിൽ പുറത്താക്കപ്പെട്ട ടീമുകൾ VRL, സ്ലാവിയ പ്രാഹ, ഫ്രാങ്ക്ഫൂർട്ട്, പിന്നെന്താണ് കൈറത്ത് അൽമത്തിയോ അങ്ങനെ ഏതോ ടീം. ഇവരെ നിലവിൽ ഏതായാലും പുറത്തായി ഉറപ്പിച്ച ടീമുകളാണ്. ഇനി ക്വാളിഫൈ റൗണ്ട് 16 ക്വാളിഫൈ ചെയ്ത ടീമുകൾ ആസലും ബയേൺ മ്യൂണിക്കാണ് ക്വാളിഫൈ ചെയ്തിട്ടുള്ളൂ. ഇനി ബാക്കിയുള്ള ടീമുകളുടെയൊക്കെ അവസ്ഥ കണ്ടറിയേണ്ടതാണ് കോച്ച് എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഇനിയിപ്പോ അടുത്ത ഒരു ഇതിൽ നല്ല അടിപൊളി മത്സരങ്ങൾ വരുന്നുണ്ട്. ചാമ്പ്യൻസ് ലീഗിന്റെ ഫിക്സ്ചർ, അതായത് ബെൻഫിക്കയും റിയൽ മാഡ്രിഡും, ഹോസെ മോറിനോ വേഴ്സസ് റിയൽ മാഡ്രിഡ് മത്സരമുണ്ട്. അതുപോലെ തന്നെ ഡോർമുണ്ടും ഇന്ററും, അതൊരു നല്ലൊരു മത്സരമായിരിക്കും. മാഞ്ചസ്റ്റർ സിറ്റി ഗലട്ടസറായ്, കാരണം ഗലട്ടസറായ് ഞാൻ പറഞ്ഞ പോലെ ചെറിയ മീനല്ല. ആ ഒരു പെപ്പെ ഏതായാലും ഇപ്പോ മറ്റവരോട് മൂഞ്ചി തോറ്റതാണ്. ഇനിയിപ്പോ ഇവരോട് എന്താകും എന്നുള്ള അവസ്ഥ അറിയില്ല. ഇനി PSG വേഴ്സസ് ന്യൂ കാസിൽ മത്സരം, അതൊരു ഇൻട്രസ്റ്റിംഗ് മാച്ച് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ PSV ബയേൺ, പിന്നെ നാപ്പോളി ചെൽസി. അതിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ചെൽസിക്ക് 2 കൊള്ളാനുള്ള ചാൻസ് ഉണ്ട് സത്യം പറഞ്ഞാൽ. പിന്നെ ബാഴ്സലോണ കോപ്പൻഹേഗനും ഏതാ ടീം അറിയില്ല, ഏതായാലും ബാഴ്സലോണക്ക് ഈസി ആയിട്ട് ജയിച്ചു പോകാം. അതുപോലെ തന്നെ ആർസണലിനും ഓൾറെഡി എന്താ പറയാ ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെട്ട കൈറത്ത് അൽമത്തി എന്നുള്ള ടീമിനെതിരാണ്. അത്ലറ്റിക് ക്ലബ് ബിൽബാവ് സ്പോർട്ടിംഗും ഉണ്ട്. പിന്നെ അയാക്സ്, ഒളിമ്പിയാക്കോസ്, ലെവർകൂസൻ, VRL, പിന്നെ സത്യം പറഞ്ഞാൽ മൊണോക്കോ, യുവന്റസ്. അതും കുറച്ച് ടൈറ്റ് മനസ്സിലാവും തോന്നുന്നത്, പക്ഷെ പറയാൻ പറ്റില്ല. ഇതൊക്കെയാണ് ഇനിയിപ്പോ അടുത്ത ഇതിലുള്ള ഒരു മത്സരങ്ങൾ. ഇനി ഏതായാലും ആർസണലും ബയേണും കയറി, റിയൽ മാഡ്രിഡ് കയറും, ലിവർപൂളും കയറും. അവർക്ക് വലിയ ടൈറ്റ് അവിടെ വരുന്നില്ല. ആ ഒരു ബാഴ്സലോണയ്ക്കൊക്കെ ഏതായാലും യൂസ് ചെയ്ത് ജയിക്കാൻ പറ്റുക. ഇനിയിപ്പോ ചെൽസി ഒക്കെ പരാജയപ്പെടാം. അത് നല്ലൊരു ചെൽസിക്ക് നല്ല ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മളെ ന്യൂ കാസിൽ PSG ആണ്. അപ്പൊ അവരൊക്കെ ഒരുപക്ഷെ പരാജയപ്പെട്ടത് ബാഴ്സലോണയ്ക്ക് എന്തായാലും ആ സ്പോട്ട് ഉറപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ചാമ്പ്യൻസ് ലീഗിലെ ഈ ഒരു വീക്കിലെ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഏതായാലും ഫൈനൽ റൗണ്ട് മത്സരങ്ങൾ കഴിയാതെ ആരൊക്കെ പുറത്താവും ആരൊക്കെ അകത്താവും എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ഇതേ പറ്റിയുള്ള ഈ ഒക്കെ ചാമ്പ്യൻസ് ലീഗിന്റെ ഇക്കൊല്ലത്തെ സംഭവങ്ങളെ പറ്റിയുള്ള നിങ്ങളുടെ പ്രഡിക്ഷൻസും കാര്യങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഒപ്പീനിയൻസും കമന്റ് ചെയ്യുക. ഏതായാലും ഫുട്ബോൾ ഇഷ്ടമാണെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക.